റബ്ബർ വില വിഷയത്തിൽ മലക്കം മറിഞ്ഞ് കോട്ടയത്തെ എൻ.ഡി.എ സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളി. റബ്ബർ വില വർദ്ധിപ്പിച്ചാലേ മത്സരിക്കുമെന്നായിരുന്നു തുഷാറിന്റെ മുൻ നിലപാട്. എന്നാൽ താൻ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്നാണ് തുഷാർ വെള്ളാപ്പള്ളി ഇപ്പോൾ പറയുന്നത്. ഇക്കഴിഞ്ഞ 11-ന് ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ സന്ദർശനം നടത്തിയ ശേഷമായിരുന്നു റബ്ബർ വിഷയത്തിൽ തുഷാർ തൻ്റെ നിലപാട് വ്യക്തമാക്കിയത്. താൻ മത്സരിക്കണമെങ്കിൽ റബ്ബർ വില 250 രൂപയായി പ്രഖ്യാപിക്കണമെന്നായിരുന്നു തുഷാറിൻ്റെ നിലപാട്. നമുക്കറിയാം, കോട്ടയത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ചും ഇടുക്കിയും അതുപോലെ കേരളത്തിലെ ആലപ്പുഴ ജില്ല ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും ഇവിടുത്തെ കർഷകർ ഏറ്റവും കൂടുതൽ പ്രശ്നം അനുഭവിക്കുന്നത് റബ്ബറാണ്. റബ്ബർ കർഷകരുടെ ബുദ്ധിമുട്ട് എന്തെന്ന് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാൻ മത്സരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഏറ്റവും കുറഞ്ഞ 250 രൂപയെങ്കിലും റബ്ബറിന് താങ്ങുവില ഇമ്പോർട്ട് ഡ്യൂട്ടി കൂട്ടിയിട്ടാണെങ്കിലും അതിന് ഒരു സഹായം ഉണ്ടാകണം. റബ്ബർ വില 250 പ്രഖ്യാപിച്ചില്ലെങ്കിലും തുഷാർ കോട്ടയത്ത് സ്ഥാനാർത്ഥിയായി. റബ്ബർ വിഷയത്തിലെ പഴയ പ്രതികരണം ഓർമ്മപ്പെടുത്തിയപ്പോൾ തുഷാറിൻ്റെ മറുപടി ഇങ്ങനെ: വളരെ വ്യക്തമായി ഞാൻ പറഞ്ഞ കാര്യം മാറ്റി വളച്ചൊടിക്കാൻ ശ്രമിക്കരുത്. റബ്ബർ വില കൂടുന്ന 250 രൂപ ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും എത്തിച്ചിരിക്കും എന്ന് ഞാൻ വാക്ക് പറഞ്ഞിട്ടുള്ളൂ. അത് തീർച്ചയായും ഞാൻ ചെയ്തിരിക്കും. അന്ന് തന്നെ വളരെ വ്യക്തമായി പറഞ്ഞു, ഞാൻ ഡൽഹിക്ക് പോവുകയാണ്, ഇതിനുള്ള ഉറപ്പ് വാങ്ങിയ ശേഷം മാത്രമേ ഞാൻ മത്സരരംഗത്തേക്ക് വരൂ എന്ന് പറയുകയുണ്ടായി. അതിനനുസരിച്ച് ഞാൻ ഡൽഹിക്ക് പോയി. അതിനുള്ള ഉറപ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആഗോള വിപണിയിൽ റബ്ബർ വില ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് 1 കിലോ RSS 4 റബ്ബറിന് ബാങ്കോങ് വില 226 രൂപ. എന്നാൽ കോട്ടയത്ത് 188 രൂപ മാത്രം. തുഷാർ പറഞ്ഞത് പ്രകാരം സ്വാഭാവികമായും റബ്ബർ വില 280-ന് മുകളിലേക്ക് ഉയരേണ്ട സമയമാണ്. എന്നാൽ ടയർ കമ്പനികൾ വിപണി വില നിശ്ചയിക്കുമ്പോൾ റബ്ബർ ബോർഡിനോ കേന്ദ്ര സർക്കാരിനോ ചെറുവിരൽ അനക്കാൻ കഴിയുന്നില്ലെന്നതാണ് വസ്തുത. സാംജിത്ത് ആർപ്പുക്കരയ്ക്കൊപ്പം സനു സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.